ഹലോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാന്നല്ലേ? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഞാനൊരു 5 കൊച്ച് ഒരു അമ്മൂമ്മ കൈ കാഴ്ച ചോദിച്ചപ്പോൾ പാവം തോന്നിയിട്ട് കൊടുക്കാനായിട്ട് തപ്പാണ് കേട്ടോ. സ്നേഹനിധിയായ കുട്ടിയാണ്. കൊടുക്കണം ചേട്ടി. വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. സോ ഞങ്ങൾ മൂന്നാളും കൂടെ നമ്മുടെ മലയാറ്റൂരാണ് പോകുന്നത്. ഇപ്പം ഈസ്റ്റർ സീസൺ ആയതുകൊണ്ട് ആ ഒരു റഷ് ആവണേക്കാൾ മുമ്പ് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരത്തോടെ പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന കണ്ടാൽ മനസ്സിലാക്കാം, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ പോകുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഈ സ്റ്റോപ്പ് കാര്യങ്ങൾ അതൊന്നും അറിയാൻ പാടില്ല. ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നത്. പിന്നെ കൂടെയുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ്. ഞാനെന്ന് പറഞ്ഞാലും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായതായിട്ട് ഞങ്ങൾ ഇറങ്ങി ടോളൊക്കെ കഴിഞ്ഞ സമയത്താണ് എന്താ ഒരു വണ്ടിയിൽ വൈക്കോല് കത്തിപ്പിടിച്ച് കിടക്കുന്നത്. അവിടെ ഫയർ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചൂടിൻ്റെ ആഘാതമായിരിക്കാം. പിന്നെ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കയറിയത് ഒരു വൈകിട്ടാണ് കയറിയത്. സോ സ്നാക്സ് ടൈം ആയതുകൊണ്ട് നമ്മൾ കയ്യിൽ കുറച്ചൊക്കെ കരുതിയിരുന്നു. അപ്പോൾ ഈ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഞങ്ങൾ അങ്കമാലിയിലോട്ടാണ് എടുത്തത്. അവിടെ നിന്ന് മലയാറ്റൂർ പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആൾക്കാർ വെച്ചപ്പോൾ പലരും പല കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ തന്നെ ബസ് സ്റ്റോപ്പ് അന്വേഷിച്ച് നടന്നു, മലയാറ്റൂർക്ക് വണ്ടി കിട്ടുമോ നോക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നടന്നതിന് ശേഷം അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നമുക്ക് ഒരു KSRTC ബസ് കിട്ടി അങ്ങോട്ടേക്കുള്ളത്. പക്ഷേ സ്റ്റോപ്പ് അറിയാത്തതുകൊണ്ട് അവിടെയും ഞങ്ങൾ ആകെ ലോക്കായി. പിന്നെ ബസ്സിലിരിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞു തന്ന് ഞങ്ങൾ എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്ത് അവർ ഞങ്ങൾ അവിടെ ഇറക്കി തന്നു. ഇരുട്ടാവാതെ നേരെ മല കയറാമെന്ന് വിചാരിച്ച് പോയ ഞങ്ങളാണ്. അവിടെ ചെന്ന് നേരെ കണ്ടതും നമ്മുടെ നക്ഷത്ര തടാകം. ആ വ്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി പോകാനായിട്ട് തോന്നി. നേരെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. കറക്റ്റ് ടൈമാണ് പോയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സൂര്യാസ്തമയം യെസ്, അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. സൂര്യൻ അസ്തമിച്ച് താഴെ പോകുന്നവരേക്കും ഞങ്ങൾ അവിടെ നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മല കയറാനായിട്ട് പോയത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ അവിടെ കുറേ ചേച്ചിമാരൊക്കെ ക്യാൻഡിൽ വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ഞങ്ങളുടെ പുറകെ കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ നേരെ സ്കിപ്പ് അടിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ മല കയറണൊക്കെ മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. ഹെവി ആയിട്ട് കഴിക്കാൻ നിന്നില്ല, ബിക്കോസ് മല കയറണ്ടല്ലേ. സോ ഞങ്ങൾ ലൈറ്റായിട്ട് അവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് മേടിച്ച് കഴിച്ചു. പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വീട്ടിൽ പോകുന്നില്ല, നമ്മൾ ഫുൾ ഡേ ഇവിടെ തന്നെയാണ്. സോ അത് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വഴിയേ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഈസ്റ്ററിന് മുമ്പൊക്കെ പോവുകയാണെങ്കിൽ ഇത്ര റഷ് ഉണ്ടാവില്ലെന്ന് കരുതി പോയതാണ്. പക്ഷേ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഫുള്ള് തെറ്റിപ്പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. വിചാരിച്ചതിലും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 7 മണിയൊക്കെ ആയി. നമ്മൾ ഫുള്ള് കയറിയിട്ട് ബാക്കി വ്ളോഗ് കണ്ടിന്യൂസ് ചെയ്തതാണ്. കുറച്ച് കയറിയപ്പോൾ തന്നെ ഞങ്ങളങ്ങനെ മല കയറാണ്. പിന്നെ മല കയറുന്നതിൻ്റെ ആ ഒരു സ്പീഡിൽ ഞങ്ങൾ അങ്ങനെ അധികം ക്ലിപ്പുകളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പതിയെ റെസ്റ്റ് എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ ടോപ്പിലെത്തി. ഇനി അവിടുത്തെ കാണാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ കുറേ നാൾക്ക് ശേഷം വരണേന്ന്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്പോട്ടൊന്നും ഞങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടേ ഇല്ല. ഐ തിങ്ക് ഇത് പുതിയത് ആക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന ടൈമിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ മാത്രം ഒറ്റയ്ക്കാവുന്ന കരുതി ഞങ്ങൾ പേടിച്ചു. പക്ഷേ അല്ല, ഒരു 10-11 കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആൾക്കാരങ്ങോട്ട് ഫുള്ളായി. കുർബാനയുടെ ടൈമൊക്കെ ആയപ്പോൾ അവിടെ ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു ആൾക്കാർ.
എൻജോയ് ചെയ്തെന്ന് അല്ലേ? ഞാൻ വിചാരിച്ചു നല്ല ടയേർഡ് ആവുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ബാക്കിയുള്ള സ്പോട്ടുകളൊക്കെ കാണാനായിട്ട് പോയി. ആദ്യം നമ്മൾ നമ്മുടെ പൊന്നിൻ കുരിശ് കാണാനായിട്ട് പോയി. അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഏറ്റവും വിഷമകരമായിട്ട് ഇത് കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അത്ഭുത കിണർ. അതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥയായിപ്പോയി. കാരണം അതിൽ ഭയങ്കര വേസ്റ്റുകളും കോയിൻസും ഒരു തുള്ളി വെള്ളമില്ല. പോരാത്തതിന് ഒടുക്കത്തെ വൃത്തികെട്ട സ്മെല്ലും കൂടി ആയിരുന്നു. അതുകൊണ്ട് അത് ഭയങ്കര ഒരു ട്രാജഡി ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ നേരെ ആന കുത്തിയ പള്ളി അവിടേക്കെല്ലാം പോയി. പിന്നെ നമ്മുടെ കാൽപാദം, ഈ കാൽപാദത്തിൻ്റെ സ്റ്റോറി എല്ലാവരും അറിയണമെങ്കിൽ പറഞ്ഞു തന്നുള്ളൂ. കാരണം പാറയുടെ മുകളിൽ എങ്ങനെയാണ് കാൽപാദത്തിൻ്റെ പാട് വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു 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 എന്താ പറയുക, ഒരു ഡൗട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും ഇരുന്നു. ഇവിടെ ആയിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു കൊച്ച് അവൻ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവൻ്റെ ഡാൻസും കണ്ട് നിന്നു. അവനായിട്ട് കമ്പനി അടിച്ച് നിൽക്കുമായിരുന്നു. ആൾ ഫുഡ് കൊടുത്തപ്പോൾ മാത്രമേ ഞങ്ങളുടെ അടുത്ത് വന്നുള്ളൂ, അല്ലാത്തപ്പോൾ ഞങ്ങളുടെ അടുത്തേക്കേ വന്നില്ല. പിന്നെ ഞങ്ങൾ അവനെ നോക്കി കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കാശും കരുതി വരണം. അതായത് ഫോണിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഞങ്ങൾ വന്ന പെട്ട അവസ്ഥയാണ്. ഞങ്ങളിൽ ഒറ്റ കാശില്ലാണ്ട് എന്താ പറയുക, ഇവിടെ നെറ്റ്വർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആകെ അവസ്ഥയിലായിരുന്നു. പിന്നെ ചില്ലറൊക്കെ പെറുക്കിയാണ് ഞങ്ങൾ ഈ ബണ്ണും കോഫിയൊക്കെ മേടിച്ചത്. അപ്പോൾ അതൊരു ഭയങ്കര അവസ്ഥയായിരുന്നു. കാരണം നൈറ്റായപ്പോൾ നമുക്ക് വിശപ്പ് കയറിയിട്ട് ഞങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് ലോക്കായിപ്പോയ ഒരവസ്ഥ. പിന്നെ നമ്മൾ സ്റ്റേയുടെ കേസ് പറഞ്ഞത്, ഇതാ ഈ പാറപ്പുറത്താണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലെ സെയിം ഇങ്ങനെ നമ്മുടെ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമായിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവരെല്ലാവരും രാവിലെ മോർണിംഗ് ആയിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ നമ്മളൊരു 5:30 ആയിട്ടും വെളിച്ചമൊന്നും വന്നിരുന്നില്ല. പിന്നെ ഒരു 6:15 ആയപ്പോഴാണ് വെളിച്ചമൊക്കെ ഒന്ന് വന്നു തുടങ്ങിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കുർബാന ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറക്കം വരെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ തന്നെ ഉറങ്ങാണ്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 6:15. ഇതാ ഇവരൊക്കെ ഉറക്കം എഴുന്നേറ്റിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഇവര് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചിട്ടേ എന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇവള് 3 hours ഉറങ്ങി, ഇവള് 2 minutes ഉറങ്ങി, ഞാൻ 0 കേട്ടില്ല. ഇയാള് ഞാൻ പ്രാർത്ഥിച്ച് ഭക്തിമാർഗത്തിൽ നടക്കുകയായിരുന്നു. പിന്നെ ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം വന്നതിന്റെ എക്സ്പീരിയൻസ് പറയും. സംഭവം കുഴപ്പമില്ല. അത് നടന്നങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല കുഴങ്ങി. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ക്ഷീണോ ടയേർഡൊന്നും എനിക്കില്ല. അത് നാളെ ആകുമ്പോൾ വന്നു. ഞാൻ ഒന്നും കൂടി കയറാനും എനിക്ക് ക്ഷീണം ഇല്ലാത്ത പോലെ. ഞങ്ങൾ നെക്സ്റ്റ് ഇനി കനകമലയിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. വെളിച്ചം വന്നോണ്ട് പിന്നെ നമ്മൾ പതിയെ അങ്ങോട്ട് ഇറങ്ങി. എനിക്കും കയറുന്നതിലും കുറച്ച് പ്രയാസമായിട്ട് തോന്നിയത് ഇറങ്ങാനാണ്. കാരണം കാലൊക്കെ പെട്ടെന്ന് ആ സ്പീഡിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് കാലൊക്കെ ഇങ്ങനെ ഭയങ്കര ഷിവറിങ് ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് പേടിച്ചു വീഴുമോയെന്നൊക്കെ. എന്നാലും കുഴപ്പമില്ലാണ്ട് നമ്മൾ സേഫായിട്ട് ഇറങ്ങി. പിന്നെ രാത്രി ഒന്നും ഉറങ്ങാത്തതുകൊണ്ട് ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ വീഡിയോസ് നോക്കാനൊന്നുമില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ താങ്ക് യു.